ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന സ്വിസ് റോള് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനത് ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിന് മുമ്പായിട്ട് റാണീസ് കിച്ചൺ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള സ്വിസ് റോൾ ഉണ്ടാക്കാം. സ്വിസ് റോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈങ് പാനാണ് എടുത്തിട്ടുള്ളത്. ഈ ഫ്രൈങ് പാൻ ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്കിലുള്ള ദോശക്കല്ലായാലും മതിയാകും. ഈ ഫ്രൈങ് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ മാവ് റെഡിയാക്കുന്നതിന് മുമ്പ് ഈ പാത്രം ഒന്ന് റെഡിയാക്കി വെക്കണം. ഇനി ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ പാത്രത്തിൻ്റെ അളവിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. പാത്രം റെഡിയാക്കി മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ജാർ എടുക്കുമ്പോൾ നന്നായിട്ട് തുടച്ച് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവില്ലാതെ വേണം എടുക്കാൻ. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മുട്ട ആയതുകൊണ്ടാണ് ഞാൻ 4 മുട്ട എടുത്തത്. വലുതാണെങ്കിൽ 3 മുട്ട മതിയാകും. മുട്ട ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 4 മുട്ടയെ ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. പൊടിച്ച പഞ്ചസാര ഞാനിവിടെ അരക്കപ്പ് എടുത്തിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റിയാണ് എടുക്കുന്നത്. അരക്കപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ കുറവ് പഞ്ചസാര മതിയാകും. അതായത് 1/3 കപ്പ് ഉണ്ടെങ്കിൽ അത്രയും പഞ്ചസാര, 1/3 കപ്പ് അളവിലുള്ള പഞ്ചസാരയാണ് വേണ്ടത്. ഞാനിപ്പോൾ അരക്കപ്പ് എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ മാറ്റി എടുത്തിട്ടുണ്ട്. ബാക്കി പഞ്ചസാര മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. മുട്ട ചൂടാവാതെ വേണം അടിച്ചെടുക്കാൻ. കൂടുതൽ സമയം അടിക്കുകയാണെങ്കിൽ ഈ മുട്ട അങ്ങ് ചൂടായി പോകും. അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് ബാക്കി നമുക്കിത് വിസ്ക് വെച്ചിട്ട് അടിച്ചെടുക്കണം. ഇതിപ്പോൾ കുറച്ചൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ കുറേ കൂടെ ഒന്ന് പതപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഈ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുത്താൽ മതിയാകും. ഒരു 5-6 മിനിറ്റ് ഇതുപോലൊന്ന് വിസ്ക് വെച്ച് അടിക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരും. കേക്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ബീറ്റർ ഇല്ലെങ്കിൽ ഇതുപോലെ പതപ്പിച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ മാറാനായിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. 2 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഓവറായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതിയാകും. ഓയിൽ നന്നായിട്ട് മിക്സായി കിട്ടണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മൈദമാവാണ്. 1 കപ്പ് മൈദമാവാണ് വേണ്ടത്. മൈദമാവ് കുറേശ്ശായിട്ട് ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവിട്ട ശേഷം വളരെ സോഫ്റ്റായിട്ട് വേണം ഇത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മളിതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. ഈ മുട്ട നന്നായിട്ട് പതഞ്ഞ് വരുന്നതാണ് ഈ റോള് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ മുട്ടയുടെ പത ഒട്ടും തന്നെ മാറിപ്പോകരുത്. മാവിട്ട് നല്ല സോഫ്റ്റായിട്ട് വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ നല്ല ബലത്തിൽ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഈ മുട്ടയുടെ പത അങ്ങ് വറ്റിപ്പോകും. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റെഡിയാക്കി വെച്ച പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഗ്യാസിലാണ് തയ്യാറാക്കുന്നത്. ഗ്യാസിൽ ഒരു ദോശക്കല്ല്, ഒരു പഴയ ദോശക്കല്ല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ പാൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം നല്ല ഫിറ്റായിട്ടുള്ളൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കണം. ഒരു 10-15 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി. 10 മിനിറ്റ് ആകുമ്പോൾ തുറന്ന് നോക്കണം. ഇതിപ്പോൾ 15 മിനിറ്റ് ആയപ്പോഴാണ് ഞാൻ നോക്കിയത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട്, 12 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് ബേക്കായിട്ട് കിട്ടും. ഇനി ഞാനൊരു ബൗളിലേക്ക് കുറച്ച് മിക്സഡ് ഫ്രൂട്ട് ജാമാണ് എടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ജാം ഏത് വേണമെങ്കിലും എടുക്കാം. അതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് ലൂസായിട്ട് വരണം. അതിനായിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. സ്പൂൺ
വെച്ചിട്ട് നന്നായിട്ട് ഞാനിത് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റോൾ ഉണ്ടാക്കാനുള്ള കേക്ക് ഞാൻ ബട്ടർ പേപ്പർ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ബട്ടർ പേപ്പറിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു സ്ക്വയർ ആക്കി എടുക്കാം. നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ജാം നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഈ ജാമിന് പകരം പൈനാപ്പിൾ ജാമോ അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതോ അതല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഏത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ജാം വെച്ചിട്ടുണ്ട്. ഇനി ഇത് റോൾ ചെയ്തെടുക്കണം. കുറച്ചുകൂടി ഇത് അറ്റത്തേക്ക് വെച്ച് വേണം റോൾ ചെയ്യാനായിട്ട്. ആദ്യം ഇത് ബട്ടർ പേപ്പറോട് കൂടി തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അതായിരിക്കും എളുപ്പം. റോളാക്കിയിട്ട് ബട്ടർ പേപ്പറിന് മാറ്റിയാൽ മതിയാകും. നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും, ഒരു പാടുമില്ല. ഇത് ബേക്ക് ചെയ്തപ്പോൾ 15 മിനിറ്റായിട്ട് എടുത്തതുകൊണ്ട് അതിൻ്റെ പുറഭാഗം ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. 12 മിനിറ്റ് ആകുമ്പോൾ എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കളറ് മാറാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റോള് കിട്ടുന്നു. ഇതുപോലെ റോൾ ചെയ്ത ശേഷം ആ ബട്ടർ പേപ്പർ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. എന്നാലേ നന്നായിട്ട് മുറിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. നന്നായിട്ട് തണുത്തിരിക്കുമ്പോഴാണ് കഴിക്കാനും നല്ല ടേസ്റ്റ്. ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുക്കുവാണ്. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അത് ഇതിൻ്റെ സൈഡിലെ പീസൊന്ന് മുറിച്ച് മാറ്റാം. അതിനുശേഷം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമ്മുടെ സ്വിസ് റോള് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വൈകിട്ടൊക്കെ കുട്ടികൾക്ക് നല്ല സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള സ്വിസ് റോളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഈ സ്വിസ് റോള് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം കമൻസൊക്കെ അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.